കണ്ണൂക്കര പിന്നിട്ട് മടപ്പള്ളിയിലാണ് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിയത്. അവിടെ ഒന്ന് നിർത്തിയിട്ടിരുന്നു. ജിതിന് ആംബുലൻസിൽ കയറാൻ വേണ്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നിപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരു വശത്ത് കാണുന്നത്. മറുവശത്താണ് അർജുൻ്റെ വീട്ടിലെ സാഹചര്യമാണ്. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാണ് അർജുൻ്റെ വീട്ടിലേക്ക് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വഴിയിലുടനീളം നമ്മൾ കണ്ടതാണ്. പലയിടത്തും അർജുനെ കാണാനായി കാത്തു നിൽക്കുന്ന ആളുകളെ കണ്ടതുമാണ്. അർജുൻ കല്യാട് തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അർജുൻ യാത്ര തുടങ്ങിയല്ലേ അവിടെ നിന്ന്? യാത്ര ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നാദാപുരം റോഡ് പിന്നിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ് ജന്മനാട്ടിലേക്ക്. ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ എവിടത്തേക്കാണോ മടങ്ങി എത്തേണ്ടിയിരുന്നത് അവിടത്തേക്ക് ഇപ്പോൾ യാത്ര തുടരുകയാണ്. പക്ഷേ അർജുൻ്റെ മടങ്ങി വരവ് ഒരിക്കലും ഇങ്ങനെയാവുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. കുടുംബവും നാടും വീടും അർജുൻ്റെ സുഹൃത്തുക്കളും ആരും തന്നെ അർജുൻ ഇങ്ങനെയൊരു അവസ്ഥയിൽ തിരികെ എത്തുമെന്നുള്ളത് കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല. 72 ദിവസമാണ് ഗംഗാവാലിപ്പുഴയിൽ അർജുനു വേണ്ടി എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തിരച്ചിലിൽ ഏർപ്പെട്ടത്. ഭരണകൂട സംവിധാനങ്ങൾ, കേരളവും കർണാടകയും ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ ഒരു മനസ്സായി അർജുനു വേണ്ടി തിരഞ്ഞു. അതിനൊടുവിലാണ് അർജുൻ്റെ ട്രക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ ജീവനറ്റ അർജുൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളും ലഭിച്ചു. പൂർണ്ണ ആദരവോടുകൂടി, പൂർണ്ണ ബഹുമതിയോടുകൂടി അർജുൻ്റെ മൃതദേഹം ഇപ്പോൾ നാദാപുരം റോഡ് പിന്നിട്ട് മുന്നോട്ടേക്ക് ജന്മനാട്ടിലേക്ക് കടക്കുകയാണ്. വഴിയോരങ്ങളിലെല്ലാം തന്നെ ഈ വാഹനമാണ് കടന്നു വരുന്നത് എന്നറിയുമ്പോൾ തന്നെ അവരെല്ലാം ചാടി എഴുന്നേറ്റ് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായി റോഡരികിലേക്ക് മാറി നിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ വടകര നഗരത്തിലേക്ക്, വടകര ടൗണിലേക്ക് അർജുൻ്റെ മൃതദേഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പ്രവേശിച്ചിരിക്കുകയാണ്. വഴികളിലെല്ലാം തന്നെ നിരവധിയായിട്ട് അർജുനെ പറ്റാവുന്നത്രയും നമുക്കെല്ലാം യാഥാർത്ഥ്യം അറിയാം. നമുക്ക് മുഖമില്ലാത്തൊരു അർജുനെയാണ് ലഭിച്ചത്. അർജുൻ്റെ മൃതശരീരമെങ്കിലും നമുക്ക് അവസാനമായി കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുപോലും കഴിയാത്ത രീതിയിൽ 72 ദിവസത്തിന് ശേഷമാണ് അർജുനെ നമുക്ക് ലഭിച്ചത്. പക്ഷെങ്കിൽ കൂടി ഒരു മകൻ നഷ്ടപ്പെട്ട നിരവധിയായിട്ടുള്ള അമ്മമാർ, സഹോദരൻ നഷ്ടപ്പെട്ട നിരവധിയായിട്ടുള്ള ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരുപാട് ഭാര്യമാർ, അങ്ങനെ പലർക്കും പലതായി അർജുൻ അനുഭവപ്പെടുകയാണ്. ആ വേദന ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ടതുപോലെ തന്നെ എല്ലാവർക്കും അനുഭവിക്കുകയാണ്. എല്ലാവരും അത് അനുഭവിച്ച് അറിയുകയാണ്. നമ്മൾ പോലും പലപ്പോഴും റിപ്പോർട്ടിങ്ങിനിടയിൽ പോലും നമ്മളൊക്കെ വളരെ വികാരപരമായി പോകുന്ന അവസ്ഥകൾ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം യാഥാർത്ഥ്യബോധത്തെ സ്വീകരിച്ചുകൊണ്ട്, യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെല്ലാം അതിജീവിക്കുക എന്നല്ലാതെ മറ്റ് വഴികളില്ല. പക്ഷേ എങ്കിൽ കൂടി ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ട വേദന പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ വികാരപരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഓരോ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും വടകര നഗരത്തിലേക്ക് അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പ്രവേശിച്ചിരിക്കുകയാണ്. എന്തായാലും 8 മണിയോടുകൂടി ഇവിടത്തേക്ക് വാഹനം എത്തും എന്നുള്ളതാണ് മുൻകൂട്ടി പറഞ്ഞിരുന്നത്. ആ രീതിയിൽ തന്നെ ഉള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അർജുൻ്റെ ആംബുലൻസിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ചിത്രം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വടകര ടൗണിലേക്ക് ആംബുലൻസ് പ്രവേശിച്ചിരിക്കുന്നു. 8 മണിയോടുകൂടി തന്നെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഒരു നാടങ്ങനെ തന്നെ അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വികാരവായ്പോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു മടക്കം അത് വളരെ നേരത്തെ സാനി ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതാണ്. അതായത് ആ നാട്ടിലെ ഓരോ മനുഷ്യരും അത്രയധികം സ്നേഹത്തോടു കൂടി, ഒരു കുടുംബത്തിൻ്റെ ആകെ പ്രതീക്ഷയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട്, വളരെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് അർജുൻ ആ കുടുംബം പുലർത്തിയിരുന്നത്. സഹോദരിയുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മകൻ്റെ കൊച്ചുമകനാണ്. ആ കൊച്ചുമകൻ്റെ വലിയ പ്രതീക്ഷകളെല്ലാം തന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ജീവിതഭാരമായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ്
അർജുൻ വലിയ തോതിൽ ജീവിതം മുന്നോട്ട് നയിച്ചത്, വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിച്ചത്. പക്ഷേ അതിനെയെല്ലാം തിരൂരിൽ മണ്ണിടിച്ചിലിൽ ഇങ്ങനെ ഒരു വലിയ അപകടം സംഭവിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ അർജുൻ കല്യാട് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഓരോ ഘട്ടത്തിലും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്നുള്ളത്. ഒരു ചില കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു തിരച്ചിലിൻ്റെ ഓരോ ഘട്ടത്തിലും തിരിച്ചറിയുന്നുണ്ടായിരുന്നു അർജുൻ ഇനി തിരിച്ചു വരില്ല എന്നറിയുമ്പോൾ പോലും അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പലരും മലയാളികളെല്ലാം ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു അത്ഭുതമൊന്നും സംഭവിച്ചില്ല. ഒടുവിൽ അർജുൻ്റെ ഒരു ശേഷിപ്പായിട്ട് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക മാത്രം ചെയ്തു. എന്തായാലും ആ ഒരു കാത്തിരിപ്പ്, അതായിരുന്നു കുടുംബം, അതെങ്കിലും വേണം എന്നായിരുന്നു ആ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. കാരണം അർജുന് എന്ത് സംഭവിച്ചു എന്നതിനൊരു ഉത്തരം കിട്ടണമായിരുന്നു. ആ ഉത്തരം എന്തായാലും കിട്ടി. ആ ഉത്തരം, അതിൻ്റെ മറുപടി കിട്ടി. ഇനി അർജുൻ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തുക, അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനിടയിൽ നിരവധി ആളുകൾ അർജുനെ കാണാനായി കാത്തു നിൽക്കുന്നു. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും, കണ്ണാടിക്കലിലെ വീട്ടിലാണെങ്കിലും അർജുനായുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അർജുനെ നേരിട്ട് പരിചയമുള്ളവരുണ്ട്, ആ കുടുംബത്തിനെ നേരിട്ട് പരിചയമുള്ളവരുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അർജുനെ നേരിട്ട് പരിചയമില്ലാത്ത ഒട്ടനവധി ആളുകളും എത്തുന്നുണ്ട് നേരത്തെ നമ്മൾ അവരുടെയൊക്കെ പ്രതികരണങ്ങളും കേട്ടതാണ്. അതിൽ നിന്ന് തന്നെ നമുക്കൊക്കെ പറയാൻ കഴിയും. കാരണം 72 ദിവസങ്ങൾക്ക് മുൻപൊക്കെ നമുക്കൊന്നും ആരുമല്ലാതിരുന്ന ഒരാളാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാളായി മാറിയത് എന്നുള്ളത്, ഒരു തീരാ നോവായി മാറിയത് എന്നുള്ളത്. നമുക്ക് കണ്ണാടിക്കൽ അങ്ങാടിയിലേക്ക് പോകാം. അവിടെ VS രഞ്ജിത്ത് തുടരുന്നുണ്ട്. VS രഞ്ജിത്ത്, കണ്ണാടിക്കൽ ഗ്രാമം, ആ ഒരു നാട് എങ്ങനെയായിരുന്നു അർജുനെ സ്നേഹിച്ചിരുന്നത് എന്നുള്ളതും നേരത്തെ സാനിയോയും ഒപ്പം ശരത്തും സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അവിടുത്തെ ആളുകളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത്. എന്തായാലും അർജുനായുള്ള കാത്തിരിപ്പിലാണല്ലേ കണ്ണാടിക്കൽ അങ്ങാടി. ശ്രുതി, തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള മലയാളികൾ അർജുനെ ഇപ്പോൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കണ്ണാടിക്കൽ എന്ന് പറയുന്ന അർജുൻ എപ്പോഴും ഉണ്ടാകുമായിരുന്ന ഒരു ഗ്രാമമാണ്. കണ്ണാടിക്കൽ അങ്ങാടി എന്ന് പറയുന്ന അർജുൻ്റെ വിശ്രമവേളകളും അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ മുകളിൽ കാണുന്ന അവിടെ കണ്ണാടിക്കൽ യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അതുപോലെ DYFI ഇതിലൊക്കെ സജീവമായിരുന്നു. ഈ ക്ലബിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു.